രാഹുൽ ഗാന്ധിക്കെതിരെ അല്ല, രാഹുൽ ഗാന്ധി എനിക്കെതിരെ മത്സരിച്ചു. ഇന്ന് നമ്മോടൊപ്പമുള്ളത് റെക്കോർഡുകളുടെ രാജാവ് തൃശ്ശൂർ നസീറാണ്. ഗായകൻ, മിമിക്രി ആർട്ടിസ്റ്റ്, സാമൂഹ്യ പ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനാണ് അദ്ദേഹം. നമസ്കാരം സാർ. നമസ്കാരം. 9 വയസ്സിലാണ് അങ്ങ് മിമിക്രി രംഗത്തേക്ക് കടന്നു വരുന്നത്. അതെ. ആ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാമോ? ഞാൻ ആദ്യമായി സ്കൂളിൽ പഠിക്കുമ്പോൾ കുയിലിൻ്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു കുയിലിൻ്റെ ശബ്ദം കേട്ട്, ഇൻ്റർവെൽ സമയത്ത് കുയിലിൻ്റെ ശബ്ദം കേട്ട് കുയിലായിട്ട് ഇങ്ങനെ ഇതായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ കുയിൽ കൂവുമ്പോൾ നമ്മൾ കൂവിയായി തിരിച്ചു കൂവും, റെസ്പോൺസാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കൂവിക്കൊണ്ടിരിക്കുമ്പോൾ കുയിൽ കൂവി ഇങ്ങനെ ഇതായി. പെട്ടെന്ന് ക്ലാസ് കൂടി. ഞാനത് അറിഞ്ഞില്ല, ബെല്ലടിച്ച് അറിഞ്ഞില്ല. അതായിട്ടുള്ള ആ ഇതിലിങ്ങനെ ഇരുന്നു. മാഷ് വന്നിട്ട് എന്നെ ചെവിമ പിടിച്ച് വന്ന് നിർത്തി അവിടെ. അപ്പോൾ ഞാൻ മാഷായിട്ട് തിരിഞ്ഞപ്പോൾ മാഷ് അനുകരിച്ചു. അപ്പോൾ കുട്ടികളൊക്കെ കൂട്ടിച്ചിരിയായി. അവിടെ നിന്നാണ് എൻ്റെ തുടക്കം ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ ജില്ലാ തലത്തിൽ മത്സരം ഉണ്ടായി. അതിൽ അന്ന് കാലത്തെന്ന് പറഞ്ഞാൽ മിമിക്രി ഇല്ല, മോണോ ആക്റ്റൊക്കെയാണ്. മിമിക്രിയും മോണോ ആക്റ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ചെയ്തു. അന്ന് പ്രേം നസീർ, സത്യൻ, അങ്ങനെയൊക്കെയുള്ള നടന്ന തെക്കുറിശി സുകുമാരൻ നായർ സാറ്, അവരെ തെക്കുറിശിനെയും പ്രേം നസീറിനൊക്കെ അന്ന് അനുകരിക്കുമായിരുന്നു. എൻ്റെ പേരെന്നെ ഇട്ടത് ഞാൻ ഗുരുവായിട്ട് കണക്കാക്കുന്ന ശ്രീ പ്രേം നസീറാണ്. അദ്ദേഹം വീട്ടിൽ വന്നിട്ടാണ് എൻ്റെ പേരെന്നെ ഇടുന്നത്. എൻ്റെ ഒരു ബന്ധുവും കൂടിയാണ്. അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. അതിലാദ്യമായി ഞാൻ ഡൽഹിയിൽ 89 പോയി. ഫസ്റ്റ് അവിടെ രാജീവ് ഗാന്ധിനെ കാണാൻ പോയി. രാജീവ് ഗാന്ധിനെ കണ്ടു. ഞാൻ ക്ഷണിച്ചിട്ട് 1990 മെയ് 20 മെയ് പിറ്റത്തെ കൊല്ലം 91 മെയ് അതേ ദിവസമാണ് രാജീവ് ഗാന്ധി മരിക്കുന്നത്. എനിക്ക് വളരെയധികം ദുഃഖമുണ്ടായൊരു കാര്യമാണ്. 90 ആണ് ഫസ്റ്റ് റെക്കോർഡ്. 5 മണിക്കൂർ മൗത്ത് ഓർഗനോടുകൂടിയാണ് ഞാൻ ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മിമിക്രി. പിന്നെയാണ് ആസാദ് ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഡൽഹിയിൽ തന്നെ ടാൽക്കോട്ട സ്റ്റേഡിയത്തിലാണ് ഫസ്റ്റ് റെക്കോർഡ്. അന്ന് രാജീവ് ഗാന്ധി ഉണ്ടായിരുന്നു. മുൻനിരയിലിരുന്നിരുന്ന രാജീവ് ഗാന്ധിനെ അനുകരിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇതായത്. ഞാൻ രാജീവ് ഗാന്ധി കയറി വന്ന് എന്നെ വളരെയധികം അഭിനന്ദിച്ചു. അതിന് ശേഷമാണ് ഞാനത് മിമിക്രി ചെയ്യാമെന്ന് വെച്ചിട്ട് മിമിക്രി 40 മണിക്കൂർ ചെയ്ത് 1992 അതേ ഡൽഹിയിൽ തന്നെ ആസാദ് ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ചു. പിന്നെ ഞാനത് 2000 60 മണിക്കൂറായിട്ട് മൗത്ത് ഓർഗൻ ചെയ്തു. ആ റെക്കോർഡ് തിരുത്തി 101 മണിക്കൂർ ബോംബെയിൽ TN കൃഷ്ണ ഗവർണർ ഉദ്ഘാടനം, ക്ലോസിംഗ് സെറമണി അമിതാഭ് ബച്ചൻ അന്തേരിയിൽ വെച്ചിട്ടാണ് ചെയ്തത്. ആ റെക്കോർഡ് ഞാൻ വീണ്ടും തിരുത്തി പാട്ടുകളിൽ കൂടെ ഇതായിട്ട് 113 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടിയും പിന്നെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറും പിന്നെ വേറൊരു മന്ത്രിയും കൂടി അത് ചെയ്ത്. കടന്നപ്പള്ളി രാമേന്ദ്രൻ, ഇവർ രണ്ടാളും കൂടിയാണ് ഉദ്ഘാടനം ചെയ്ത ആ പരിപാടി. ആ റെക്കോർഡ് ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ അതിന് ശേഷം ഞാൻ ഇവിടെ കോഴിക്കോട് കഴിഞ്ഞ വർഷം ഇവിടെ ഇന്ത്യയിൽ ആദ്യമായി ബാലറ്റ് പേപ്പർ ആക്കണമെന്ന് പറഞ്ഞ വ്യക്തി 25 ദിവസം കണ്ടിന്യൂസ് വോട്ടിംഗ് മെഷീൻ എടുത്ത് കളയാൻ വേണ്ടി 5 ലക്ഷം ജനങ്ങളുടെ ഒപ്പ് ഇവിടെ നിന്നും പിന്നെ ബാംഗ്ലൂർ പോയിട്ട് DK ശിവകുമാറിനെ കണ്ട് അവരുടെയും ഒപ്പ് അടക്കം എല്ലാവരുടെയും കൂടി 8 ലക്ഷം ജനങ്ങളുടെ 8 ലക്ഷം കുറച്ച് ചില്ലാനം ആളുകളുടെ ഒപ്പ് മേടിച്ച് ഞാൻ സുപ്രീം കോടതിനെ സമീപിച്ചിട്ടുണ്ട്. അത് പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കാര്യം അറിയാലോ. അതിനുശേഷം ഞാനിപ്പോൾ വിചാരിക്കുന്ന ഒരു പുതിയ ലാസ്റ്റ് റെക്കോർഡ് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ എനിക്കൊരു 63 ഏജായി. ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ നല്ലൊരു ഐക്യമുള്ള നമ്മുടെ നാട് കേരളം. ദൈവം ഈ കേരളത്തിനെ പോലൊരു സ്ഥലം കൊടുത്തിട്ടില്ല. ദൈവത്തിൻ്റെ നാടെന്ന് പറയുന്നതാണല്ലോ. ഇവിടെ ഈ തമ്മിലടിക്കുക, വർഗീയത ഉണ്ടാക്കുക, അതിനെതിരെ
ഒരു കണ്ടിന്യൂ ഒരു ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. എത്ര മണിക്കൂർ ചെയ്യാൻ കഴിയും അത്രയും എൻ്റെ ഈ വയസ്സിനിടയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. പിന്നെ ജനങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഐക്യം വേണം. എല്ലാവരും തുല്യമായി, സഹോദരന്മാരെ തുല്യമായി എല്ലാവരെയും സ്നേഹിച്ച് നല്ല നല്ല കലാപരിപാടികളായിട്ട് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ശാന്തിയുടെ സംഗീതവുമായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങളോട് പറയാനുള്ളത്. താങ്കളുടെ ഈ മൗത്ത് ഓർഗൻ്റെ ഒരു ആദ്യം പാട്ടാവാം. ചലത്തെ ചലത്തെ मेरी गीत याद रखना, कभी अलविदा ना कहना, कभी अलविदा ना कहना. चलते चलते मेरी गीत याद रखना, कभी अलविदा ना कहना, कभी. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ഇന്ത്യയിലെ തന്നെ മാത്രമല്ല ലോകത്തിൽ തന്നെ ആരാധിക്കുന്ന, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാകാരനാണ് അറിയപ്പെടുന്ന മുഹമ്മദ് റഫി സാബ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം ഞാനിവിടെ പാടുന്ന ആഗ്രഹിക്കുന്നു. ना जाने तुम कब आओगे, सुहानी रात बन चुकी, ना जाने तुम कब आओगे. जगह की रुत बदल चुकी, ना जाने ഇനി ഞാൻ പാടാൻ പോകുന്നത് നടന്മാരിൽ വെച്ച് പത്മശ്രീയും പത്മഭൂഷണും മാത്രമല്ല ഗിന്നസ് ബുക്കിൽ വരെ പേര് നേടിയ എൻ്റെ ഗുരുവുമായ ശ്രീ പ്രേം നസീർ അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം ഞാൻ ഇവിടെ പാടുകയാണ്. മടത്തിലെ മാറി കളപൂട്ടറിഞ്ഞുകൊണ്ടുറക്കമായോ, വിരകത്തിൽ ചൂടുണ്ടോ വീരക്കുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വീശലിയുണ്ടോ. ഇളവന്നൂർ മടത്തിലെ കുയിലെ കണ്ണേ കലൈമാനേ കന്നിമയിലിനെ കണ്ടേനുനെ ഞാനേ, കണ്ണേ കലൈമാനേ കന്നിമയിലിനെ കണ്ടേനുനെ ഞാനേ. ഒരു 2-3 ഐറ്റം മിമിക്രി ഞാൻ എടുക്കണം. എൻ്റെ ഗുരുവായ നേരത്തെ പറഞ്ഞ എൻ്റെ പേരിട്ട ശ്രീ നസീർ സാറിനെ, അദ്ദേഹം പണ്ട് കാലത്ത് അഭിനയിച്ചിരുന്നൊരു പ്രേമരംഗം. ശാരദ, ഒരു പൗർണമി രാത്രിയിൽ നീ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കാത്തിരുന്നതും നിന്നെ കാത്തിരുന്നതുമെല്ലാം മറന്നുപോയോ ശാരദ? ആർക്ക് എന്ത് പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും ശരി ശാരദ, ഒരു പുരുഷൻ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും ശാരദ, ഞാൻ മാത്രമായിരിക്കും. പെണ്ണുങ്ങൾ ഒരിക്കലും കരയാൻ പാടില്ല, ചിരിക്കണം. അങ്ങനെയല്ലേ ഇങ്ങനെ ആ മണ്ടി പെണ്ണേ. മധുസാർ, ഇടവഴിയാകുക. അടുത്ത വീട്ടിലെ പാറുക്കുട്ടിയമ്മയുടെ മകളുമായിട്ട് നിനക്ക് എന്താ ബന്ധം? ചോദിച്ച കേട്ടില്ലേ എന്താ ബന്ധമെന്ന്? ഇന്നസെന്റ്, അമ്മ എന്താ എൻ്റെ പിന്നാലെ നടക്കണേ? അമ്മേനെ കുറച്ച് നേരത്തേക്കൊന്ന് കുഴിച്ചിട്ടുണ്ട്, കുറച്ചതിന് മാന്തി എടുക്കാം, എന്താ വിരോധമുണ്ട്? കുതിരവട്ടം പപ്പു, അല്ല ഈ താമരശ്ശേരി ചോരം ചോരം നിൽക്കുന്നത് ഏത്? ഓഹോ തിലകൻ,
കൊക്ക എത്ര ഓളം കണ്ടതാ? ഇവളം എത്ര കൊക്കിനെ കണ്ടതാ? അമ്മാവൻ ചീത്ത പറയുന്നതും തല്ലുന്നൊക്കെ മോളെ നന്മയ്ക്ക് വേണ്ടിയാ. പൊക്കോടാ പൊക്കോടാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊളിറ്റിക്കൽ ലീഡർ ഉമ്മൻചാണ്ടി സാറാണ്. അദ്ദേഹം മരിക്കുന്നതിലും കുറച്ച് നാൾക്ക് മുമ്പ് എൻ്റെ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ തിരുവനന്തപുരത്ത് വന്നു. അദ്ദേഹം എന്ന് പറഞ്ഞ ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ ശബ്ദടഞ്ഞ ടൈപ്പായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഞാനിന്നും ഓർക്കുന്നു. നസീർ 25 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ വരുമായിരുന്നു. അദ്ദേഹം വെട്ടി തുറന്ന് പറയുന്ന ഒരു പ്രകൃതമുള്ള ആളായിരുന്നു. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നാൽ, ഞായറാഴ്ച ഞാൻ വന്നാൽ, ഞാൻ പള്ളി കഴിഞ്ഞ് വന്നാൽ വീട്ടിലുണ്ടാകും. അദ്ദേഹത്തിനോട് രാത്രി ഭക്ഷണം കഴിച്ച് വീട്ടിൽ ഉറങ്ങി നാളെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കേൾക്കൂല. അദ്ദേഹത്തിനെ ഞാൻ റെയിൽവേയിൽ ഇറക്കി കൊടുക്കും. അദ്ദേഹം നേരെ തൃശ്ശൂർക്ക് പോവുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വന്നതിൽ എനിക്ക് വളരെ അധികം നന്ദിയുണ്ട്. നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കും. ഇനി ഞാൻ മൗത്ത് ഓർഗനിലാണ്. ആദ്യം സൂചിപ്പിച്ച കുയിലിൻ്റെ ശബ്ദം ആദ്യമായി അതൊന്ന്. അതാണ് കുയിലിൻ്റെ അന്നത്തെ. റെക്കോർഡുകളുടെ രാജാവായ തൃശ്ശൂർ നസീർ സംഗീതത്തിലും അതുപോലെ തന്നെ സാമൂഹിക രംഗത്തും സജീവ സാന്നിധ്യമാണ്. 2014 അദ്ദേഹം കോഴിക്കോട് MK രാഘവനെതിരായി മത്സരിക്കുകയുണ്ടായി. 2019 വയനാട്ടിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായ രാഹുൽ ഗാന്ധിക്കെതിരായിരുന്നു അദ്ദേഹത്തിൻ്റെ പോരാട്ടം. രാഹുൽ ഗാന്ധിക്കെതിരെ അല്ല, രാഹുൽ ഗാന്ധി എനിക്കെതിരെ മത്സരിച്ചു. അദ്ദേഹം പറഞ്ഞ് രാഹുൽ ഗാന്ധി അങ്ങേക്കെതിരായിട്ടാണ് അദ്ദേഹത്തിനെതിരായിട്ട് മത്സരിച്ചു എന്നാണ്. കാരണം രാഹുൽ ഗാന്ധി ലാസ്റ്റാണ് വന്ന് കയറിയത്. ഓക്കെ, രാഹുൽ ഗാന്ധിയോട് എതിരൊന്നുമില്ല. അദ്ദേഹത്തിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയനെതിരായിട്ടായിരുന്നു അംഗം വെട്ടിയത്. പ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മലപ്പുറം മണ്ഡലത്തിലാണ് മത്സരിച്ചത്. തെരഞ്ഞെടുപ്പ് രംഗങ്ങളിലെല്ലാം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ശക്തനായ സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ് തൃശ്ശൂർ നസീർ. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തെരുവ് നായ്ക്കളുടെ ശല്യത്തിനെതിരായി അതിശക്തമായ പോരാട്ടം നടത്തി. ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി സുപ്രീം കോടതിയിലടക്കം അദ്ദേഹം നിയമ പോരാട്ടവും തുടരുകയുണ്ടായി. വോട്ടിംഗ് മെഷീൻ മാറ്റി ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരുന്ന ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം നീണ്ട ഒരു സമരം തന്നെ നടത്തുകയുണ്ടായി. ആ സമരം ഇന്നും അദ്ദേഹം തുടരുകയാണ്. ഇങ്ങനെ സാമൂഹിക രംഗത്ത് ജനങ്ങൾക്ക് വേണ്ടിയും കലാരംഗത്തും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അദ്ദേഹം റെക്കോർഡുകളുടെ രാജാവാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത സ്വപ്നം എന്ന് പറയുന്നത് നമ്മോട് പങ്കുവച്ചത് ജനങ്ങളുടെ ഐക്യത്തിന് വേണ്ടി, മതസാഹോദര്യത്തിന് വേണ്ടി, മതസൗഹാർദ്ദത്തിന് വേണ്ടി ഒരു വലിയ സംഗീത പ്രോഗ്രാം സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. റെക്കോർഡുകളുടെ രാജാവായ തൃശ്ശൂർ നസീറിന് ആ രംഗത്തും ഒരു പുതിയ റെക്കോർഡ് സ്ഥാപിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.